പ്രധാന വാർത്തകൾ. US ഷട്ട്ഡൗൺ കടുക്കുന്നു. രാജ്യത്ത് വിമാന സർവീസുകൾ 10% വരെ വെട്ടിക്കുറയ്ക്കും. ലക്ഷക്കണക്കിന് യാത്രക്കാർ പ്രതിസന്ധിയിൽ. വാഷിംഗ്ടൺ DC. US സർക്കാർ ഷട്ട്ഡൗൺ വ്യോമയാന മേഖലയെ ഗുരുതരമായി ബാധിക്കുന്നു. സുരക്ഷാ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടി രാജ്യത്തെ വിമാന സർവീസുകളുടെ എണ്ണം ഘട്ടം ഘട്ടമായി 10% വരെ വെട്ടിച്ചുരുക്കാൻ ഫെഡറൽ ഏവിയേഷൻ അഡ്മിനിസ്ട്രേഷൻ (FAA) നിർദ്ദേശം നൽകി. വെള്ളിയാഴ്ച മുതൽ നവംബർ 7 ഈ നടപടി പ്രാബല്യത്തിൽ വരും. സർവീസ് വെട്ടിക്കുറയ്ക്കുന്നത് എന്തിന്? ഷട്ട്ഡൗണിനെ തുടർന്ന് എയർ ട്രാഫിക് കൺട്രോളർമാർ ഉൾപ്പെടെയുള്ള അവശ്യ ജീവനക്കാർക്ക് ശമ്പളമില്ലാതെ ജോലി ചെയ്യേണ്ട അവസ്ഥയാണ്. ഇവർ നേരിടുന്ന കടുത്ത സമ്മർദ്ദവും ക്ഷീണവും വിമാനയാത്രാ സുരക്ഷയ്ക്ക് ഭീഷണിയാകുമെന്ന വിലയിരുത്തലിലാണ് FAA ഈ അസാധാരണ നടപടി സ്വീകരിച്ചിരിക്കുന്നത്. നിലവിൽ രാജ്യത്ത് ഏകദേശം 3000 കൺട്രോളർമാരുടെ കുറവ് FAA നേരിടുന്നുണ്ട്. ഈ സാഹചര്യത്തിൽ ജീവനക്കാരുടെ ജോലിഭാരം കുറച്ച് സുരക്ഷ ഉറപ്പുവരുത്തുകയാണ് അധികൃതരുടെ ലക്ഷ്യം. പ്രതിസന്ധി രൂക്ഷമാകുന്ന വിമാനത്താവളങ്ങൾ ന്യൂയോർക്ക്, ലോസ് ആഞ്ചലസ്, ഷിക്കാഗോ എന്നിവയുൾപ്പെടെ USലെ ഏറ്റവും തിരക്കേറിയ 40 വിമാനത്താവളങ്ങളിലാണ് വെട്ടിച്ചുരുക്കൽ പ്രഖ്യാപിച്ചിട്ടുള്ളത്. റിപ്പോർട്ടുകൾ പ്രകാരം പ്രതിദിനം 1800 ഓളം വിമാനങ്ങളെയും 2,68,000-ത്തിലധികം യാത്രാ സീറ്റുകളെയും ഇത് ബാധിച്ചേക്കും. രാവിലെ 6 മണി മുതൽ രാത്രി 10 മണി വരെ പ്രാദേശിക സമയം ഉള്ള തിരക്കേറിയ സമയങ്ങളിലെ സർവീസുകൾക്കായിരിക്കും കൂടുതൽ നിയന്ത്രണം വരിക. അപ്രതീക്ഷിതമായ ഈ നീക്കം ലക്ഷക്കണക്കിന് ആഭ്യന്തര, അന്താരാഷ്ട്ര യാത്രക്കാർക്ക് കനത്ത യാത്രാതടസ്സങ്ങൾക്കും കാലതാമസത്തിനും കാരണമാകും. എത്രയും പെട്ടെന്ന് ഷട്ട്ഡൗൺ അവസാനിപ്പിച്ച് വ്യോമയാന മേഖലയിലെ പ്രതിസന്ധി പരിഹരിക്കണമെന്നാണ് യാത്രക്കാരുടെയും വിമാനക്കമ്പനികളുടെയും ആവശ്യം. ന്യൂസ് സിറ്റി തിരുവനന്തപുരം.